ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം 1-ാമത്തെ അധ്യായം 6-ാം തിരുവചനം. ബഹു കഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ട് ഞങ്ങൾക്കും കർത്താവിനും അനുകാരികൾ ആയി തീർന്നു. ഹല്ലേലൂയ. തെസ്സലോനിക്ക പട്ടണം മുഴുവൻ ഇളകിയ ഒരു സംഭവമായിരുന്നു അവിടെ നടന്ന സുവിശേഷ ഘോഷണം. ദൈവവചനം കൈക്കൊണ്ടവരെയെല്ലാം വചനം കൈക്കൊള്ളാത്തവർ കഠിനമായി ഉപദ്രവിച്ചുകൊണ്ടിരുന്നു. വചനം കൈക്കൊള്ളുക എന്നാൽ ക്രിസ്തുവിനെ കൈക്കൊള്ളുക എന്നാണല്ലോ. എന്തു കഷ്ടം സഹിക്കേണ്ടി വന്നാലും ദൈവവചനത്തെ കൈക്കൊള്ളുവാൻ മടിക്കാതിരിക്കുന്നത് കഷ്ടതകളേക്കാൾ അത്യുന്നതമായ സന്തോഷവും സമാധാനവും ആ വചനത്തിലുണ്ട് എന്ന തിരിച്ചറിവാണ്. പുറമേ നിന്നുള്ള കഷ്ടങ്ങൾക്ക് മാറ്റിക്കളയുവാൻ കഴിയാത്ത സന്തോഷമാണ് പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷം. പല വിധത്തിൽ സന്തോഷങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുന്നവരുണ്ട്. എന്നാൽ വിശ്വാസിയുടെ ഹൃദയത്തിൽ അധിവസിക്കുന്ന പരിശുദ്ധാത്മാവ് നൽകുന്ന സന്തോഷം അതൊന്ന് വേറെ തന്നെയാണ്. അതിന് പകരം വയ്ക്കുവാൻ മറ്റൊരു സന്തോഷത്തിനും കഴിയുകയില്ല. യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 11-ാം തിരുവചനത്തിലെ കർത്താവായ യേശുക്രിസ്തു പ്രകാരം പറയുന്നു, എൻ്റെ സന്തോഷം നിങ്ങളിൽ ഇരിപ്പാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും ഞാനിത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കഷ്ടതകളുടെ ആധിക്യത്തിലും തെസ്സലോനിക്കക്കാർ സന്തോഷ സമൃദ്ധിയിൽ ജീവിച്ചു. ഈ ജീവിതമാണ് അനുകരിക്കാൻ പറ്റിയ ജീവിതം. നമുക്കും പരിശുദ്ധാത്മാവിൽ സന്തോഷിച്ച് ക്രിസ്തുവിന് അനുകാരികളായി തീരുവാൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ സന്തോഷം പൂർണ്ണമായിട്ട് അനുഭവിപ്പാൻ നമുക്ക് സാധിക്കട്ടെ. കർത്താവ് എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.